ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി തേങ്ങ വറുത്തരച്ച് ഞണ്ട് കറി എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞണ്ടെല്ലാം നല്ലപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ ഈ ഞണ്ട് കറി തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തേങ്ങയൊക്കെ വറുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഞണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു വട്ടം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫാക്കി വെക്കാം. ഇവിടെ നമ്മുടെ ഞണ്ട് നല്ലപോലെ വെള്ളമൊക്കെ തിളച്ചു, ഇത് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിൽ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങയിലെ എണ്ണയൊക്കെ ഇറങ്ങിയോണ്ട് ഇതുപോലാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഒന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീഞ്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ
വേണ്ട ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ച ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം വരട്ടിയെടുത്ത കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ഒരു പിഴുപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തു. ഞണ്ടെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഈ ഞണ്ട് കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്തത് കൊണ്ട് അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.